ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിയും അതേപോലെ തന്നെ ആകാശും കൂടി വാക്ക് തർക്കം ആയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ സുമി പറയാണ്, ഞാൻ വിചാരിച്ചത് നീ എന്നെ കല്യാണം കഴിക്കുമെന്നാണ്, പക്ഷേ നിനക്ക് ആവശ്യം എൻ്റെ ശരീരം മാത്രമായിരുന്നു. നിന്റെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ മഹേഷിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായിട്ട് പോവുകയാണെന്നൊക്കെ സുമി പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശാണെങ്കിൽ, നീ എന്ത് സത്യം തുറന്നു പറയുമെന്നാ, നീ എന്താ പറയാനായിട്ട് പോകുന്നത് സുമി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയും, കാരണം നീ ആദ്യമേ വെച്ച് മഹേഷിനെ തറക്കാനുള്ള അല്ലെങ്കിൽ തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൂട്ടുകയാണ്. പിന്നെ ഇഷിതയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെയും നീ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പോവാണ് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് മഹേഷിനോട് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നീ പറയോടി, നിന്നെ ഞാൻ കൊന്നുകളയും എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിയാണെങ്കിൽ, നിന്റെ ഭീഷണിയോ എൻ്റെ അടുത്തോ? ഞാനേ മുംബൈയിൽ പഠിച്ചു വളർന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു പേടിയില്ല. നിന്നെക്കാളും വലിയ വലിയ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭീഷണിയുമായിട്ട് നീ എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട ആകാശേ എന്നിങ്ങനെ പറയാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും, ഓഹോ, അപ്പം നീ രണ്ടും കൽപ്പിച്ചാണല്ലേ? അപ്പം നീ എന്നെ കൊടുക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്തു കൂട്ടുകയാണല്ലോ. അതെ, നിന്നെ ഞാൻ കൊടുക്കോടാ ആകാശേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് സുമിയുടെ. അപ്പോൾ സുമിയാണെങ്കിൽ, നീ എന്നെ അടിച്ചുകൊണ്ടുന്നുണ്ട് യാതൊരു പ്രയോജനമില്ല. നിന്റെ കൺമുന്നിൽ കൂടെ തന്നെ ഞാനിവിടെ നിന്ന് നല്ല പുല്ല് പോലെ പുഷ്പം പോലെ ഇറങ്ങിപ്പോകുന്നത് നീ കാണും. എന്നിട്ട് അതിനുശേഷം ഞാൻ മഹേഷിനോട് സത്യങ്ങളെല്ലാം തുറന്നു, നിന്റെ അധപതനമായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് സുമി ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ സംസാരിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് കാലി വന്ന് സുമിയുടെ കൊരക്കിനെ കയറി അങ്ങോട്ട് കുത്തി പിടിക്കണം. നീ എന്താ ഈ ആകാശിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നീ ആകാശിനെ തകർക്കാൻ മാത്രം വളർന്നോടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമി ഇവൻ്റെ കൈ കയറി പിടിക്കുക, ആകാശിൻ്റെ കൈ കയറി പിടിക്കുക. ആകാശിൻ്റെ കൈയാണെങ്കിൽ സുമിയുടെ കൊരക്കിനും ഇങ്ങനെ ഇരിക്കുകയാണ്. പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നീ എന്താ എന്നെ കൊല്ലു? എങ്കിലും ഒന്ന് കാണുമല്ലോ, നീ എന്നെ കൊല്ലടാ, ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാനായിട്ട് കഴിയില്ല. ഞാനേ നിന്റെ കൺമുന്നിൽ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് കൊല്ലണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഈ കഴുത്തിനെ പിടിച്ച ഒറ്റ തള്ളാണ്. നേരെ പോയി നമ്മുടെ സുമി ഭിത്തിയിൽ തറച്ചിരുന്ന ആ ഒരു ഹാങ്കറിൽ പോയി തല അങ്ങോട്ട് കുത്തി കയറുകയാണ്. ഈ ഒരു ആഘാതത്തിൽ നമ്മുടെ സുമിയാണെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ബോധം കെട്ടൊരവസ്ഥയിൽ അവിടെ തന്നെ അങ്ങോട്ട് കുത്തിയിരുന്ന് അങ്ങോട്ട് പോവാണ്. ആകാശ് വിചാരിച്ചത് ആ ഒരു ഡീഡിൽ ആഘാതത്തിൽ ബോധം കെട്ട് പോയെന്നാണ് ആകാശ് വിചാരിച്ചത്. പെട്ടെന്ന് ആകാശ് സുമിയെ നോക്കി കഴിഞ്ഞപ്പോഴും കണ്ണടച്ച് കിടക്കുന്ന ആ ഒരു സീനാണ് ഈ ആകാശ് കാണുന്നത്. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. സുമിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഹാങ്കർ കാണുകയാണ്. അപ്പോൾ ഹാങ്കറിൻ്റെ ആ ഒരു ഇതിൽ പോയാണ് തല കുത്തിയിരിക്കുന്നത്. അപ്പോൾ ആകാശ് പേടിച്ച് വരച്ചൊരവസ്ഥ നിൽക്കുക. ആകാശ് പോയി നേരെ സുമി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. പക്ഷേ സുമിയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുമില്ല. അങ്ങനെ ശ്വാസം ഉണ്ടോയെന്ന് മൂക്കിൽ ഇങ്ങനെ കൈവച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്വാസം ഇല്ലെന്നും മനസ്സിലായി. ആള് തട്ടിപ്പോയെന്ന കാര്യം ആകാശിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ദൈവമേ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ. ഇവള് തട്ടിയും പോയല്ലോ, ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ആകാശ് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുക. അവിടെ ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ? ആകെ ഒരു വെപ്രാളം ആകാശിനെ. അങ്ങനെ ആകാശ് ചുറ്റുപാട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആരുമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ആകാശ് കതക് മൂടിയിട്ട് നമ്മുടെ സുമിയെ ഒരു കറുത്ത പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ആക്കി നേരെ സുമിയെ വലിച്ചഴച്ചുകൊണ്ട് വാതിക്കലോട്ട് കൊണ്ടുവരും. അപ്പോഴും അവിടെ ആരും വന്നിട്ടില്ല. വലിച്ചഴച്ചുകൊണ്ട് നേരെ വന്ന് കാറിൻ്റെ ഡിക്കി തുറക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ ആദി ഗേറ്റിൻ്റെ പുറത്ത് വരുന്നത്. ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദി അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഈ അങ്കിൾ എന്താ കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടി തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക. അങ്ങനെ ഈ ആകാശ് ആ ഒരു സുമിയെ പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവർ ഭയങ്കര കനത്തോടുകൂടി ഭയങ്കര പാടുപെട്ട് നേരെ ആ ഡിക്കിയുടെ ഉള്ളിലേക്ക് കയറ്റുകയും പിന്നെ ആ ഡിക്കി അടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചയും കൂടി നമ്മുടെ ആദ്യം കാണുന്നുണ്ട്. പെട്ടെന്ന് ഈ ആകാശം തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അവിടെ വെട്ടനെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകാശം പേടിച്ചു, ഇവൻ വല്ലതും കണ്ടോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ഗേറ്റും തുറന്നുകൊണ്ട് നേരെ അങ്കിളുടെ അടുത്തേക്ക് വരികയാണ്. എടാ, നീ എന്താ ഒറ്റക്കാണോ? മമ്മി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മമ്മി ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയതാ എന്ന് പറയാം. അല്ല, അങ്കിള് എങ്ങോട്ടെങ്കിലും ടൂറ് പോവാണോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്കിൾ എന്തോ ഡിക്കിയിലേക്ക് കയറ്റുന്നത് പോലെ എനിക്ക് തോന്നിയാലോ, എന്തോ ഒരു ബാഗ് പോലത്തെ സാധനം ഡിക്കിയിലേക്ക് കയറ്റുന്നത് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചാ. അതോ അത് പിന്നെ
ആ, ഞാനേ എനിക്ക് പോകുന്ന ഒരു ചെന്നൈയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് മീറ്റിംഗ്. അപ്പോൾ അതിനു വേണ്ടി പോകാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എടാ ആദി, നിനക്ക് ഞാനൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മുടെ ആദിക്ക് കൊടുക്കുക. അപ്പോൾ ആദ്യം ചോദിക്കണം, ഇതെന്തിനാ എനിക്ക് പോക്കറ്റ് മണി? നിനക്ക് പോക്കറ്റ് മണി വേണ്ടേ? നിന്റെ പോക്കറ്റ് കാലിയായില്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോക്കറ്റ് മണി തരാമെന്ന്? അതുകൊണ്ട് ഈ പോക്കറ്റ് മണി നീ നിന്റെ പോക്കറ്റിൽ വെച്ചോന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യക്ക് ഭയങ്കര സംശയം തോന്നിയാണ്. അതെ, എനിക്ക് സമയമില്ല, ഞാനെന്നാ പെട്ടെന്ന് പോട്ടെ, മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആകാശ് എസ്കേപ്പ് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് വിട്ടടിച്ച് പോവുക. പക്ഷേ ആദിക്ക് ഭയങ്കര ഡൗട്ട്. ആദ്യം ആ വണ്ടിയുടെ പിന്നാലെ ഓടുക. പക്ഷേ ആദ്യം ഓടിയിട്ടുണ്ടെങ്കിൽ എത്തുമോ എവിടെയെങ്കിലും? ആദ്യമാണെങ്കിൽ ദൈവമേ, ഈ അങ്കിൾ എന്താണ് ഡിക്കിക്കുള്ളിൽ കയറ്റിയത് എന്നറിയാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷ. അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ വരുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരനെ കൈ നിർത്തിയിട്ട്, ചേട്ടാ അതെ, ആ പോയത് എൻ്റെ അങ്കിളുടെ വണ്ടിയാണ്, അങ്കിൾക്ക് ഒരു സാധനം കൊടുക്കാനായിട്ട് ഞാൻ മറന്നു, അങ്കിളത് മറന്നും പോയി, അതുകൊണ്ട് ആ വണ്ടിയുടെ പിന്നാലെ ഒന്ന് വിടുമോ ചേട്ടാ, എനിക്ക് അവിടം വരെ എത്താനാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു കൊച്ചേ, ഇതെന്തിനുള്ള പുറപ്പാണ്? അത് ആ വണ്ടിയുടെ പിന്നാലേക്ക് പോകേണ്ട കാര്യമുണ്ട് ചേട്ടാ, പ്ലീസ് ചേട്ടാ, എനിക്ക് സാധനം കൊണ്ട് എത്തിക്കാനാണ്. എങ്കിൽ കയറ്, ഈ ഓട്ടോറിക്ഷയും മോശമൊന്നല്ല, വിട്ടടിച്ചങ്ങോട്ട് പോകും. അങ്ങനെ ആദ്യം ആ ഓട്ടോറിക്ഷ കയറിയാണ്. ഈ വണ്ടിക്കാരന് സ്പീഡിൽ പോവുക. ഈ ആകാശിൻ്റെ വണ്ടിയുടെ ഒപ്പം എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷക്കാരന് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറയണം, ഇയാൾ നല്ല സ്പീഡിലാണ് പോകുന്നത്, മോൻ്റെ അങ്കിൾക്ക് ആ സാധനം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ വണ്ടിയുടെ ഒപ്പം എത്താൻ പറ്റില്ല, ഇതൊരു ഓട്ടോറിക്ഷ അല്ലേ, അങ്കിളൊന്ന് വേഗം വിടുക അങ്കിളെ എന്നൊക്കെ ഇങ്ങനെ പറയാ. എൻ്റെ പൊന്നു വച്ച് ഇത് ഓട്ടോറിക്ഷയാ, സ്പീഡിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ആകാശിൻ്റെ വണ്ടി ഒരു പാറമട സൈഡിലേക്ക് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഓട്ടോറിക്ഷക്കാരൻ പറയണതേ, ഇവിടം വരെ ഓട്ടോറിക്ഷ പോകുള്ളൂ, അങ്ങോട്ടേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ 2 വഴിയുണ്ട്. ഇങ്ങോട്ട് പോകുന്നത് ഒരു പാടത്തേക്ക്, ഇങ്ങോട്ട് പോകുന്നത് ഒരു പാറമടയിലേക്ക്. മോൻ്റെ അങ്കിള് ഏത് വഴിക്കാണ് പോയതെന്ന് ഒരു പിടുത്തവുമില്ല. അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്യ്, ഒന്നെങ്കിൽ മോൻ്റെ കയ്യിൽ ആ സാധനമില്ലേ എടുത്തുകൊണ്ട് അങ്കിളിൻ്റെ പിന്നാലെ പോകണം, എവിടേക്കാണ് പോയതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ അല്ലെങ്കിൽ ഈ അങ്കിൾക്ക് ഈ സാധനം കൊടുക്കാതെ എൻ്റെ ഒപ്പം ഓട്ടോറിക്ഷയ്ക്ക് തിരിച്ചു വരണം. ഇത്രേ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മോൻ പോയി വരുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് 2-1 ഇപ്പം തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യം ഒന്ന് ആലോചിക്കാം. എന്തായാലും അങ്കിളെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ. അങ്കിള് എന്ത് സാധനം കൊണ്ടാണ് ഇങ്ങോട്ട് പോയത് എന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ആദ്യം ഓട്ടോറിക്ഷക്കാരോട് പറയാണ്, ചേട്ടൻ ഏതായാലും പൊയ്ക്കോ, ഞാൻ അങ്കിളിൻ്റെ പിന്നാലെ പോവാണ്, എങ്കിലേ എൻ്റെ ഓട്ടോറിക്ഷ കാശ് ഇങ്ങോട്ട് തന്നേര്. അപ്പോൾ നമ്മുടെ ആകാശ് കൊടുത്ത ആ പൈസയുടെ കാര്യം ആദ്യക്ക് ഓർമ്മ വരികയാണ്. എത്രയാണെന്ന് ചോദിച്ചപ്പോഴേക്ക് 250 രൂപ എന്ന് പറയാം. അങ്ങനെ 250 രൂപ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യം പതിയെ പാറമയുടെ സൈഡിലേക്ക് ചെല്ലുക. ഈ സമയം തന്നെ നമ്മുടെ ആകാശ് പാറമയുടെ സൈഡിലെത്തി. ഈ സുമിയുടെ ജഡം ഇങ്ങോട്ട് ഇറക്കണമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ആ ജഡം ഇങ്ങോട്ട് ഇറക്കുക. ഭയങ്കര പാടുപെട്ടാണ് ഇങ്ങോട്ട് ഇറക്കുന്നത്. ഇറക്കിയതിന് ശേഷം സുമി, ഏതായാലും നിനക്ക് ഈ വെള്ളത്തിലാണ് ഇനി അന്ത്യശ്വാസം വലിക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ നീ ഇനി പാറകളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോ, അതായിരിക്കും നല്ലത്. സുമി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീർന്നു എന്നിങ്ങനെ ആകാശ് പറയാം. അപ്പോൾ സുമിയുടെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു തുമ്പത്ത് കരിങ്കല്ല് കെട്ടുകയാണ്. എന്നാൽ കരിങ്കല്ല് കെട്ടിയാലല്ലേ പാറമട വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് താന്നടിച്ച് അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യം ഇതെല്ലാം കാണുക. ആദ്യം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്ക് ഭയങ്കര പേടി തോന്നുക. അങ്ങനെ ഒരു കണക്കിന് വലിച്ചു കൊണ്ടെന്ന് ആ പാറമടയിലേക്ക് ആ സുമിയുടെ മൃതദേഹം എടുത്ത് അങ്ങോട്ട് ഇടുകയാണ്. അതോടെ അങ്ങോട്ട് താന്നു പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ആകാശിന് ഭയങ്കര സന്തോഷം തോന്നിയാണ്. ആഹാ, തീർന്നു, ഏതായാലും സുമി അവസാനിച്ചു, സുമിത ഗുഡ് ബൈ, നീ ഇനി ഇവിടെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി കയറുകയാണ്. നമ്മുടെ ആദിക്കാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ട് ഒരു രക്ഷയിൽ അവിടെ നിന്ന് ഓട്ടം. ആദ്യം നേരെ ഓടി എത്തിയത് നമ്മുടെ മഹേഷിൻ്റെ ഓഫീസിലായിരുന്നു. അപ്പോൾ ആദിയുടെ ആ വെപ്രാളവും കഥപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പേടിച്ച്. മഹേഷ് ചോദിക്കണം, മോനെ എന്ത് പറ്റിയടാ, നീ എന്താ ഇത്ര കഥച്ച് വരുന്നത്, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കും, ഡാഡി എനിക്ക് കുറച്ച് വെള്ളം തരാവോ ഡാഡി. അങ്ങനെ മഹേഷ് കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, ഇനി എന്താ കാര്യം പറ, നീ എനിക്ക് എന്താ പറ്റിയത്? അതെ ഡാഡി, ഞാനിന്നൊരു കാഴ്ച കണ്ടു ഡാഡി. കാഴ്ചയോ? എന്ത് കാഴ്ച? അത് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആകാശങ്ങളില്ലേ, അങ്കിള് എന്തോ ഒന്ന്
ഒരു കറുത്ത പ്ലാസ്റ്റിക് കവറിൽ വലിയതായിരുന്നു. അത് ഡിക്കിലേക്ക് കയറ്റുന്നത് കണ്ടു. അങ്ങനെ ഡിക്കിലേക്ക് കയറ്റുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവാൻ, ചെന്നൈയിലേക്ക് പോവാന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഡൗട്ട് തോന്നിയ ഡാഡി. ഡൗട്ട് തോന്നിയത് കൊണ്ടേ ഞാൻ അങ്കിളുടെ പിന്നാലെ വിട്ടഴിച്ചു പോയി. പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ കണ്ടുകൊണ്ട് ആ ഓട്ടോറിക്ഷക്കാരനാ എന്നെ അവിടം വരെ എത്തിച്ചത്. ഞാൻ അങ്കിളുടെ പിന്നാലെ പോയി. അങ്കിളുടെ പിന്നാലെ പോയപ്പോൾ ഞങ്ങളുടെ കാഴ്ച എന്താണെന്നറിയാവോ? ഏതോ ഒരു പാറയൊക്കെ പൊട്ടിച്ച് ഒരു കുളം പോലത്തെ സംഭവമായിരുന്നു അത്. ഓ, മോൻ പറയുന്നത് പാറമടയാണോ? നീ എന്തിനാ അവൻ്റെ പിന്നാലെ പോയത്? ഡാഡി, എനിക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ അങ്കിളുടെ പിന്നാലെ പോയത്. പക്ഷെ അവിടെ കണ്ടപ്പോൾ എന്തോ ഒന്ന് പ്ലാസ്റ്റിക് കവർ വലിയൊരു സംഭവം വലിച്ചഴച്ച് നേരെ താഴത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അങ്കിൾക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര കനവരുന്നെന്നാണ് തോന്നുന്നത്. അങ്കിൾക്കത് വലിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എന്നിട്ട് വലിച്ച് ആ വെള്ളത്തിലേക്ക് ഇടുന്നതാണ് ഞാൻ കണ്ടത് ഡാഡി. എനിക്ക് കണ്ടപ്പോൾ ശരിക്കും പേടിയായി. അങ്കിൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് മറപ്പിച്ചത്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഡാഡി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആകെ സ്തംഭിച്ച് നിൽക്കുക. മഹേഷിനാകെ പേടുക. മോനെ, നീ പെട്ടെന്ന് നിന്റെ മമ്മിയെ വിളിക്ക്, മമ്മിയെ വിളിക്കാൻ പറയാ. അങ്ങനെ ആദ്യം മമ്മിയെ വിളിക്കുക. മമ്മി വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ മോനെ, എന്താ മോനെ? അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് അത് കട്ടാക്കിയാണ്. എടാ, ഫോൺ സ്വിച്ച് ഓഫ് ആക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയാണ്. എന്തിനാ ഡാഡി ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് പറഞ്ഞത്? ഒന്നുമില്ല, സ്വിച്ച് ഓഫ് ആക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ മഹേഷിന് മനസ്സിലായി രചനയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഈ ആകാശ് എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മഹേഷിന് മനസ്സിലാക്കുകയാണ്. മോനെ, ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു പാറമടയിലേക്ക് ചെല്ലണം. അങ്ങനെ നിനക്ക് ഓർമ്മയുണ്ടോ ആ സ്ഥലം എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ഏകദേശം ചില ഓർമ്മകളൊക്കെ ഉണ്ട് ഡാഡി, എനിക്ക് പോകാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കാർ എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുക. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഡാഡി, ഇതല്ല ഓട്ടോറിക്ഷക്കാരൻ നിർത്തിയത്, ഈ സ്ഥലത്തല്ല. നീ ടെൻഷൻ ആവാതെ മോനെ, നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അങ്ങനെ ഈ മഹേഷ് പോയിട്ട് ഒരു കടക്കാരനോട് ചോദിക്കുകയാണ്, ഇവിടെ പാറമട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന സ്ഥലത്താണെന്നും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വീണ്ടും പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡാഡി, ഇതുമല്ല ഡാഡി, ഇവിടെ അല്ല, ഞാൻ അങ്കിളുടെ വണ്ടി ശ്രദ്ധിച്ചത് കൊണ്ട് വഴിയൊന്നും എനിക്ക് ഓർമ്മയില്ല ഡാഡി എന്നിങ്ങനെ പറയണം. മോനെ, നീ പേടിക്കണ്ട, ഇനിയിപ്പോൾ അന്വേഷിച്ചിടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല മോനെ, നമുക്കിപ്പോൾ തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ ആകാശ് വീട്ടിലിരുന്നപ്പോൾ ആകാശിന് ഭയങ്കര ടെൻഷൻ. ആ സമയത്ത് രചന ഇറങ്ങി വരികയാണ്. രചന ഇറങ്ങി വന്നിട്ട് ആദ്യം ഇതുവരെ വന്നില്ലല്ലോ ആകാശേ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ആദ്യം വരുമായിരിക്കും, അവന് എന്തെങ്കിലും പർച്ചേസിങ് ഉണ്ടായിരിക്കുന്നേ, കാരണം ഞാൻ അവന് പോക്കറ്റ് മണി കൊടുത്തല്ലോ, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടി പോയതായിരിക്കും. എന്നാലും അവൻ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ലല്ലോ. ഇതെന്താ പിന്നെ അവൻ വിളിച്ചിട്ട് പോലും കിട്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാത്രി ആദി കയറി വരുന്നത്. അപ്പോൾ ആദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ദേ ആദി വന്നല്ലോ എന്ന് രചന പറയണം. മോനെ, നീ ഇത് എവിടെ പോയതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മമ്മി, ഞാൻ എൻ്റെ ഫോണിൻ്റെ കവറ് മാറ്റാനായിട്ട് പോയതാണ്. അപ്പോൾ ആകാശ് പറയണം, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ വല്ല ഷോപ്പിങ്ങിന് പോയതായിരിക്കും മോനെ, എന്നാൽ നിനക്ക് ഫോൺ വിളിച്ച് എടുക്കാനായിട്ട് പാടില്ലേ എന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് നീ എല്ലാം മേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ആകാശ് ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ആകാശിനെ തന്നെ രൂക്ഷമായിട്ട് നമ്മുടെ ആദ്യം നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ആദ്യം പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആകാശിന് എന്തൊക്കെയൊരു ഡൗട്ട് വരികയാണ്. ദൈവം, ഇവനെന്താണ് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഈ ചെറുക്കന് ഇനി എന്തെങ്കിലും സംശയം വന്ന് കാണോ? ഇവനെന്താ ഇങ്ങനെ ഒരു പതിവില്ലാത്തൊരു നോട്ടം എന്നിങ്ങനെ ആകാശ് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.